കർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ, കർത്താവിനെ കുറിച്ച് പാടി തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും നിർത്തുവാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അതൊഴുകുകയാണ്. ചിലരുടെ കണ്ണുനീരിൽ, ചില കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. കാരണം യേശുവിനെ കുറിച്ച് പാടുമ്പോൾ, യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, Thank you, Jesus. Thank you, Lord. The Lord is placing gratitude in my heart for the month of September. സെപ്റ്റംബർ മാസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ നന്ദിയാൽ എൻ്റെ ഹൃദയം നിറയുകയാണ്. How many of you will say, in the month of September, God really came through for me? എത്ര പേർ ഇത് വിളിച്ചു പറയും, സെപ്റ്റംബർ മാസം ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. We are at the start of a new month. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ മാസത്തിന്റെ ആരംഭത്തിലാണ്.
But God was real in the month of September. എന്നാൽ ദൈവം സെപ്റ്റംബർ മാസത്തിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. വാസ്തവം. For some of you, you will tell the month of September changed the destiny of my life. നിങ്ങൾ ചിലർക്ക് വിളിച്ചു പറയാൻ പറ്റും, സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തു. Is there anybody who can testify that? അങ്ങനെ സാക്ഷ്യം പറയാൻ കഴിയുന്ന എത്ര പേര് ഇവിടെയുണ്ട്? Hallelujah. Hallelujah. Amen. The month of September, what did our man of God give us? The prophetic word. സെപ്റ്റംബർ മാസം ദൈവപുരുഷൻ എന്താണ് നമുക്ക് ഒരു വാഗ്ദത്തമായി നൽകിയത്? The month of aligning and awakening. നമുക്ക് Aligning and awakening. ക്രമീകരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും മാസമാണ്. Hallelujah. We are going to receive the prophetic word for the month of October in a few hours. ചില മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഒക്ടോബർ മാസത്തേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തെ നമ്മൾ പ്രാപിക്കാൻ How many of you are ready in your heart to capture it? എത്ര പേർ നിങ്ങളുടെ ഹൃദയത്തിൽ തയ്യാറായി അത് പ്രാപിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്? Hallelujah. Hallelujah. You know, in the beginning of the month of September, when our pastor gave us this prophetic word, നമ്മുടെ ദേവദാസൻ ഈ പ്രവചന ദൂത് നമ്മളോട് പറഞ്ഞ ആ സമയത്ത്, please be seated. ദയവായിരുന്നാലും, as our pastor gave us this prophetic word, നമ്മുടെ പാസ്റ്റർ ഈ പ്രവചന ദൂത് നമ്മളോട് പറഞ്ഞപ്പോൾ, I was taking a shower in the morning. ഞാൻ രാവിലെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I immediately heard the Holy Spirit. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ ഞാൻ കേട്ടു. How many of you know that sometimes in our showers the Holy Spirit can speak? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുവാൻ കഴിയും. The Bible says pray without ceasing. ബൈബിൾ പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. The Bible says pray continually. ബൈബിൾ പറയുന്നു ഇടമുറിയാതെ പ്രാർത്ഥിക്കുക. Hallelujah. Hallelujah. We are always in a connection with the heavenly Father. നമ്മൾ എപ്പോഴും നമ്മുടെ സ്വർഗീയ പിതാവുമായി എപ്പോഴും നമ്മൾ ബന്ധത്തിലാണ് ആയിരിക്കേണ്ടത്. Amen. And I heard from him. അദ്ദേഹത്തിൽ ഞാൻ കേട്ടു. He said if you can capture this prophetic word from the man of God, your life will change this month. ഇങ്ങനെ കേട്ടു, ദൈവദാസനിൽ നിന്നുള്ള ആ പ്രവചന ദൂതിനെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതിനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറാൻ പോവുകയാണ്. And today I am here to testify that the last 31 days has changed my life. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ 31 ദിവസം അതെന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിയിക്കുന്ന ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. Hallelujah. Hallelujah. Somebody shout a hallelujah. എത്ര പേർ ചേർന്ന് ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലോ? Amen. You know, while I was just standing here and while I was just walking just before service, ഈ ആരാധനയ്ക്ക് തൊട്ടു മുമ്പ് ഞാൻ ഇതിലൂടെ നടന്നുകൊണ്ട് I heard a voice in my spirit. എന്റെ ആത്മാവിൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. And the voice was, you are precious for Jesus. എന്റെ ഉള്ളിൽ കേട്ട ആ ശബ്ദം ഇതാണ്, നീ യേശുവിന് വിലയേറിയവനാണ്. The word was, you are so valuable for God. ആ വാക്ക് ഇപ്രകാരമാണ്, നീ ദൈവത്തിന്റെ മുമ്പിൽ ഒത്തിരി വിലയുള്ളവനാണ്. Some people, as Christians, as believers, oftentimes we become so monotonous and robotic that we forget that God loves us. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. പല വിശ്വാസികൾക്കും പല പെന്തക്കോസ്തുകാർക്കും അറിയത്തില്ല കർത്താവ് അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവർക്കറിയത്തില്ല. അവർ ചിന്തിക്കുന്നത് ഇതൊരു യജമാനൻ മാത്രമാണെന്നാണ് ചിന്തിക്കുന്നത്. But God is in a loving relationship with us. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ബന്ധത്തിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Hallelujah. Hallelujah. Somebody said God died for Pentecostals also. God died for all believers. ദൈവം പെന്തക്കോസ്തുകാർക്കും എല്ലാ വിശ്വാസികൾക്കും വേണ്ടി കൂടിയാണ് മരിച്ചത്. Jesus loves you also. യേശു നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് മരിച്ചത്. Don't think that you're too much of the word that you can't experience God's love. നിങ്ങൾ ഒത്തിരി ദൈവവചനമൊക്കെ അറിഞ്ഞതിന് അതുകൊണ്ട് നിങ്ങൾക്ക് യേശുവിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ കഴിയുകയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. And from this word God pointed me to a scripture. ആ ദൈവിക ശബ്ദത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ വേദഭാഗത്തിലേക്ക് ദൈവം എന്നെ ബൈബിൾ ഒരു ഭാഗത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവ്. We are going to read the scripture and then we are going to pray together because this is encounter night. നമ്മൾ ആ വേദഭാഗം വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. This is from Daniel chapter 10 and verse number 11. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. Daniel chapter 10 verse number 10 actually. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. Everybody say 10:10. എല്ലാവരും പറഞ്ഞാലും 10:10. പറയാമോ? 10:10. 10:10. Daniel 10:10. ദാനിയേൽ 10:10. What is happening here?
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? This is a moment of encounter. ഇത് ദൈവത്തിന്റെ ഒരു എൻകൗണ്ടറിന്റെ, ദൈവത്തിന്റെ ഒരു ഏറ്റുമുട്ടലിന്റെ ഒരു സമയമാണ്. ഒന്ന് പറയാമോ? എൻകൗണ്ടർ. എല്ലാവരും പറഞ്ഞാലേ എൻകൗണ്ടർ. എൻകൗണ്ടർ ഒന്നുകൂടി പറയാം. എൻകൗണ്ടർ. എൻകൗണ്ടർ. Daniel is having an encounter. ഇപ്പോൾ ദാനിയേല് ദൈവത്തിന്റെ ഒരു സന്ദർശനത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. Let's read it. നമുക്കത് വായിക്കാം. Just then a hand touched me and lifted me, still trembling to my hands and knees. എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. When God's holy presence comes, we can't even stand there. ദൈവത്തിന്റെ വലിയ പരിശുദ്ധമായ സാന്നിധ്യം വരുമ്പോൾ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. This is an angel of the Lord. ഇത് ദൈവത്തിന്റെ ഒരു ദൂതനാണ്. If the angel of the Lord comes and this is the reality, what is the reality when the heavenly Father comes? ഒരു ദൈവദൂതൻ വരുമ്പോൾ ഇതാണ് വാസ്തവമെങ്കിൽ സ്വർഗ്ഗത്തിലെ പിതാവ് നേരിട്ട് വരുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? Hallelujah. Hallelujah. And I believe the heavenly Father is coming and encountering some people today. ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ് സ്വർഗ്ഗത്തിലെ പിതാവ് ഇന്ന് ഇവിടെ ഇറങ്ങി വന്ന് ചില ആളുകളെ, ചില വ്യക്തികളെ സ്പർശിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Verse number 11 is what I want to focus on. ഈ 11ാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് ശ്രദ്ധ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. And the man said to me, Daniel, you are very precious to God. So listen carefully to what I have to tell you. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, പ്രിയപുരുഷനായ ദാനിയേലേ, ഏറ്റവും പ്രിയപുരുഷൻ Daniel, you are so precious to God. ദാനിയേലേ, നീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, വിലയേറിയവനാണ്. And today the Holy Spirit is speaking that voice over you. ഇന്ന് പരിശുദ്ധാത്മാവ് അതേ ശബ്ദം തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. Dear brother and sister, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, you are so precious to God. ദൈവത്തിന് നിങ്ങൾക്ക് ഒത്തിരി പ്രിയം നിങ്ങളോടുണ്ട്. God wants to meet you tonight. ദൈവം നിങ്ങളെ ഇന്ന് കാണുവാൻ വേണ്ടി വരികയാണ്. And he is giving you this word. ദൈവം ആ ദൂത് നിങ്ങൾക്ക് ഇത് നൽകുകയാണ്. You are so precious. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വളരെ വിലയേറിയവരാണ്. Hallelujah. 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 Not because of what you have done, നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് കൊണ്ടല്ല, but because of what Jesus did on the cross 2000 years back. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തുവോ അത് നിമിത്തമായിട്ടാണ് കർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളത്. Do you know how precious you are? നിങ്ങൾ എത്ര ദൈവത്തിന് വിലയേറിയവരാണെന്ന് നിങ്ങൾക്കറിയാമോ? I'm looking at all the YUs sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാ വൈയൂസിനെ നോക്കിയാണ് I'm looking at പറയുന്നത്. all the boys and the girls sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൺകുട്ടികളെ പെൺകുട്ടികളെ നോക്കിയാണ് ഞാൻ Do you know പറയുന്നത്. how precious you are? നിങ്ങൾ എത്ര ദൈവത്തിന് വിലയേറിയവരാണെന്ന് അറിയാമോ? God has sketched you, tattooed you, engraved you in the palm of his hands. ദൈവം തന്റെ കൈവെള്ളയിൽ നിങ്ങളെ ഓരോരുത്തരെയും കൊത്തിവെച്ചിരിക്കുകയാണ്. Do you know how precious you are? നിങ്ങൾ എത്ര വിലയേറിയവരാണെന്ന് നിങ്ങൾക്കറിയാമോ? He has counted the number of hairs on your head. നിന്റെ തലയിലെ ഓരോ മുടികളും അവിടുന്ന് എണ്ണിയിരിക്കുകയാണ്. തലമുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ. കർത്താവിനെ ഒത്തിരി പല സ്നേഹിക്കുന്നു. കഷണ്ടിയുള്ള ആൾക്കാരും പറയും കർത്താവ് എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്, എൻ്റെ എല്ലാ മുടിയും പൊഴിയുന്ന കർത്താവ് അറിയുന്നുണ്ട്. അല്ല, ജോഷി പാസ്റ്റർ ഇടയ്ക്ക് പറയും എന്നെയാണ് കർത്താവിനെ ഏറ്റവും അറിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചില സമയത്ത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് താഴ്ത്ത് നോക്കുമ്പോഴാണ് എൻ്റെ പൊന്ന് കർത്താവേ എന്നെ ഇത്രത്തോളം അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. God knows us. ദൈവം നമ്മളെ അറിയുന്നു. God loves us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. Even if you don't have a theological degree, നിങ്ങൾക്കൊരു ദൈവശാസ്ത്രപരമായ ഒരു ഡിഗ്രി ഇല്ലെങ്കിലും, if you know that there is a person that loves you like Jesus, യേശുവിനെ പോലെ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരിയായി സ്നേഹിക്കുന്നുണ്ട്, you will be mad for Jesus. നിങ്ങൾ അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ യേശുവിന് വേണ്ടി ഭ്രാന്തമായ രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കുക. The Samaritan lady, അശമരിക്കാരിയായ സ്ത്രീ, what theological degree did she have to become an evangelist? ഒരു സുവിശേഷകയായി പ്രവർത്തിക്കുവാൻ ആ ശമരിയക്കാരി സ്ത്രീക്ക് ഏത് തരത്തിലുള്ള ദൈവശാസ്ത്രപരമായ പാണ്ഡിത്യമാണുള്ളത്? Tell me. പറ. Did she have a BD? ഒരു BD ഡിഗ്രി ഉണ്ടോ? EBD അല്ല, Bachelor of Divinity. തെറ്റിയിരിക്കരുത്. Bachelor of Divinity. Did she have a BD? അവർക്ക് ഒരു BD ഉണ്ടായിരുന്നു. Did she have an MDiv, Master of Divinity? മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, അങ്ങനെ ഒരു ഡിഗ്രി അവർക്കുണ്ടായിരുന്നു. Did she have a demon?
ഡീമൺ അല്ല, ഡീമൻ, ഡോക്ടറേറ്റ് ഓഫ് മിനിസ്ട്രി. ഡോക്ടറേറ്റ് ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്ന ബിരുദം അവർക്കുണ്ടായിരുന്നു. PhD. അത് മിനിസ്ട്രിയിൽ ഡീമിൻ എന്നാ പറയുന്നത്. പല ആൾക്കാരും ഡീമൻ എടുത്ത് ഡീമൺ പിടിച്ചു. ഹല്ലേലൂയ. Amen. She did not have any of those things. അങ്ങനെയുള്ള ദൈവശാസ്ത്രപരമായ യാതൊരുവിധ ബിരുദങ്ങളും അവൾക്കുണ്ടായിരുന്നില്ല. But she knew one thing. എന്നാൽ അവൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. I had 5 men in my life before. എൻ്റെ ജീവിതത്തിൽ 5 പുരുഷന്മാർ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. Right now I am with a man that I'm not even married. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനോട് കൂടിയാണ്. 6 men in my life that came and went. എൻ്റെ ജീവിതത്തിൽ 6 പുരുഷന്മാർ വന്നു, അവരുടെ ജീവിതത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് അവർ പോയി. But now comes a 7th man. എന്നാൽ ഇപ്പോൾ 7ാമത്തെ പുരുഷൻ വരികയാണ്. The perfect man. ആ പൂർണ്ണതയുള്ള ആ മനുഷ്യൻ, the son of God. ദൈവ പുരുഷനാണ്. When the 7th man came into her life, എൻ്റെ ജീവിതത്തിലേക്ക് ആ 7ാമത്തെ പുരുഷൻ വരുമ്പോൾ she said, I experienced a love that I have not experienced with any other man. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പുരുഷനിൽ നിന്നും അനുഭവിക്കാത്ത ഒരു വലിയ സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് അനുഭവിക്കുകയാണ്. And that love of God was her qualification. അവൾക്ക് അവളുടെ യോഗ്യതയായി മാറിയത് ആ ദൈവത്തിന്റെ സ്നേഹമാണ്. Her testimony was her qualification. നമ്മുടെ സാക്ഷ്യമാണ് നമ്മുടെ യോഗ്യതയായി മാറുന്നത്. How many of you love Jesus? നിങ്ങൾ എത്ര പേർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്? How many of you believe that Jesus has done some testimony in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ ദൈവിക വിടുതലുകൾ ദൈവം യേശു ചെയ്തു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? Then you are the next best evangelist in town. ഈ അടുത്ത തലത്തിലുള്ള ഒരു സുവിശേഷകനായി മാറിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. I believe God is raising up evangelists in Blessing today. ഞാൻ വിശ്വസിക്കുകയാണ് ബ്ലെസ്സിംഗിന്റെ അകത്ത് നിന്ന് ഒത്തിരി സുവിശേഷകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. Hallelujah. Hallelujah. Everybody is an evangelist. എല്ലാവരും സുവിശേഷകരാണ്. നിങ്ങൾക്ക് നാവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. Amen. Hallelujah. Hallelujah. We are to preach the good news to all of mankind. നമ്മൾ ഈ സുവിശേഷം സകല മാനവരാശിയോടും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. You know, Reinhard Bonnke. റെയ്നാർഡ് ബോങ്കെ എന്ന ദേവദാസൻ, He was a great man of God in Germany. ജർമ്മനിയിലെ ഒരു വലിയ ദൈവദാസനായിരുന്നു. God said, I'm going to give Africa to you. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ ആഫ്രിക്കയെ നൽകാൻ How many പോവുകയാണ്. of you have seen Reinhard Bonnke preach? റെയ്നാർഡ് ബോങ്കെ പ്രസംഗിക്കുന്ന എത്ര പേർ കണ്ടിട്ടുണ്ട്? കൊച്ചിയിൽ 2 തവണ വന്നിട്ടുണ്ട് അല്ലെ. കൊച്ചിയിൽ നേരിട്ട് റെയ്നാർഡ് ബോങ്കെ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായിരുന്ന വ്യക്തികളൊന്ന് കാര്യങ്ങൾ വിഷയമോ ഇത്രയും പേര് നേരിട്ട് കണ്ടു. ഹല്ലേലൂയ. ആമേൻ. You know, in Africa he would go and say, Africa shall be saved. ആഫ്രിക്കയിൽ ചെന്നിട്ട് അദ്ദേഹം പറയും, ആഫ്രിക്ക രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. Hallelujah. Hallelujah. He was with such passion, he would say. അദ്ദേഹം വളരെ ആവേശത്തോടു കൂടിയാണ് സുവിശേഷം പ്രസംഗിച്ചത്. Lakhs of people would flock into his meetings. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ മീറ്റിംഗുകളിലേക്ക് ഒഴുകി എത്തിച്ചേരുമായിരുന്നു. Hallelujah. Hallelujah. But do you know, when in his first meeting he booked an entire ground, nobody came. എന്നാൽ അദ്ദേഹം തൻ്റെ ആദ്യത്തെ ശുശ്രൂഷയിൽ, ആദ്യത്തെ പ്രസംഗത്തിന്റെ മീറ്റിംഗിൽ അദ്ദേഹം ഒരു ഗ്രൗണ്ട് മുഴുവൻ ബുക്ക് ചെയ്തു. എന്നാൽ ഒരു വ്യക്തി പോലും വന്നില്ല. Then you know what he did? എന്ത് ചെയ്യുന്നറിയാമോ? He went into the forest. അദ്ദേഹം ആ കാടുകളിലേക്ക് He ചെന്നു. went into the trees. അദ്ദേഹം മരങ്ങളെ നോക്കി. And he started preaching to the birds and to the animals. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പക്ഷികളോടും മൃഗങ്ങളോടും പ്രസംഗിക്കുവാൻ തുടങ്ങി. Hallelujah. Hallelujah. He said, the Bible says, preach it to all of God's creation. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറയുന്നു, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. Hallelujah. Hallelujah. And so he started preaching into the animals. അദ്ദേഹം മൃഗങ്ങളോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. One day he was preaching to animals. ഒരിക്കൽ അദ്ദേഹം ചില മൃഗങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, And then in the coming days and months and weeks, God made him an evangelist to an entire continent of Africa. ചില നാളുകൾക്ക് ശേഷം ദൈവം അദ്ദേഹത്തെ ഒരു ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ സുവിശേഷകനായി ദൈവം അദ്ദേഹത്തെ എടുത്തുയർത്തുവാൻ ഇടയായി തീർന്നു. Hallelujah. Hallelujah. And they have saved millions of people through their ministry. അവരുടെ ശുശ്രൂഷയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ രക്ഷയിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തെ കർത്താവ് അതിശക്തമായി And he ഉപയോഗിച്ചു. always says, you are, everybody is an evangelist. നിങ്ങൾ എല്ലാവരും ഒരു സുവിശേഷകരാണ്. And we are all called to take the gospel. നമ്മൾ ഓരോരുത്തരും സുവിശേഷം വഹിക്കേണ്ടവരാണ്. But it's one encounter that can change
that level in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു എൻകൗണ്ടർ, ആ ദൈവിക സന്ദർശനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ലെവലിനെ മാറ്റുവാൻ സാധിക്കുന്നതാണ്. Tonight, can I tell you, you have come to the right place, to the right room, in the right atmosphere. In this atmosphere, God is going to give you a great impartation, and you will carry this impartation to preach the gospel to your town, to your village, to your city, and to the nations of the world. ആമേൻ. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശരിയായ സ്ഥലത്താണ്, ശരിയായ സമയത്താണ്. ഇന്ന് കർത്താവിന്റെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു വലിയൊരു ദൈവിക സന്ദർശനം ഇന്ന് നിങ്ങളുടെ മേൽ വന്നു ചേരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് നിങ്ങളുടെ ദേശങ്ങളിൽ, നിങ്ങളുടെ പട്ടണങ്ങളിൽ, നിങ്ങളെ ദൈവം അയക്കുന്ന ഓരോ സ്ഥലങ്ങളിലും സുവിശേഷവുമായി ദൈവത്തിന്റെ സാക്ഷികളായി നിങ്ങൾ മാറാൻ പോവുകയാണ്. Daniel, you are so precious to me. ദാനിയേലേ, നീ എനിക്ക് ഏറ്റവും പ്രിയ പുരുഷനാണ്. Hallelujah. Tell your neighbor, you are so precious to God. അടുത്തിരിക്കുന്നത് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. You are so precious to him. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. God has favor upon your life. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ചൊരിയപ്പെട്ടിരിക്കുകയാണ്. പറയുന്നത് വല്ലതും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രസാദം നിങ്ങൾ കാണാൻ പോവുകയാണ്. Amen. I prophesy over you that in the month of October, favor like never before will come and find you. ഇന്ന് ഞാൻ ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പ്രസാദം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ വലിയൊരളവിൽ ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേൽ വന്നു ചേരാൻ പോവുകയാണ്. Because you are so precious to Jesus. കാരണം നിങ്ങൾ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. Hallelujah. Hallelujah. നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് എന്താണ്? കർത്താവിന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. യെസ്. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം ഏത് മുറിയിലേക്ക് കടന്നു ചെന്നാലും അദ്ദേഹം വിശ്വസിക്കുന്നത്, ഞാൻ ഈ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? പലവരും ചിന്തിക്കുന്നത്, ഉഫ്, ഇദ്ദേഹത്തിന് എന്നോട് അസൂയാണ്, ഇദ്ദേഹത്തിന് എന്നോട് വെറുപ്പാണ്, ഇദ്ദേഹത്തിന് എന്നോട് കുശുമ്പാണ്, ഇദ്ദേഹത്തിന് എന്നോട് പകയുണ്ട്, ഇദ്ദേഹത്തിന് എന്നോട് ദേഷ്യമുണ്ട്, ഇദ്ദേഹം ഞാൻ അറിയാതെ എൻ്റെ പുറകെ നിന്ന് എന്നെക്കുറിച്ച് ചീത്ത കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ മുൻപിൽ ഒരു കാര്യം പറയും, പിൻപിൽ നിന്ന് വേറെ കാര്യം പറയും. നമ്മൾക്ക് എല്ലാവരോടും സംശയമാണ് അല്ലേ? പലവർക്കും സംശയ രോഗമുണ്ട് അല്ലേ? ഞാൻ ഭാര്യ ഭർത്താവിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നിങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. സംശയ രോഗമാണ് എല്ലാവർക്കും. ആർക്കും എന്നെ ഇഷ്ടമല്ല, ആർക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നത് കർത്താവിന് നിങ്ങൾ ഇഷ്ടമല്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. കർത്താവിന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് നിങ്ങളോട് ദേഷ്യമാണ്, നിങ്ങളോട് വെറുപ്പാണ്. Many people have that mindset and you're sitting here right now. അങ്ങനെയുള്ള മനോഭാവമായി പലരും ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. Step into God's presence knowing that you are God's favorite child. നിങ്ങൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണെന്നുള്ള ആ തലത്തിലേക്ക് ഇന്ന് നിങ്ങൾ കാലെടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. Not because of what you have done. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തു തീർത്ത കാര്യങ്ങളെ വെച്ചുകൊണ്ടല്ല. But because of the precious blood bought, because of the precious blood that Jesus bought you with. നിങ്ങളെ വീണ്ടെടുത്ത യേശുവിന്റെ രക്തം നിമിത്തമാണ് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുന്നത്. Hallelujah. Hallelujah. Say, I am precious to Jesus. നിങ്ങൾ പറഞ്ഞേ, യേശുവിന് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. Amen. Amen. And because Daniel was precious to Jesus, ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്നുണ്ട്, he sent an angel. ദൈവം ഒരു ദൂതനെ അവന്റെ ജീവിതത്തിലേക്ക് അയക്കി. Can I declare a prophetic word over you? നിങ്ങളെ നോക്കി ഒരു പ്രവചനത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. If you are God's beloved, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ്. God has sent angels concerning you to guard you in all your ways. നിങ്ങളുടെ ഓരോ വഴികളിൽ നിങ്ങളെ കാക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുകയാണ്. Angels of God have been assigned to protect you, have been assigned to send the answers to your prayer requests. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഈ കർത്താവ് അയച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. Hallelujah. Hallelujah. So walk into any room thinking you are the favorite of God Almighty. നിങ്ങൾ ഏത് മുറിയിലേക്ക് കടന്നു ചെന്നാലും ഇപ്രകാരം ചിന്തിക്കുക, ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തിയാണ്. I don't care if nobody likes me, it doesn't matter. If God loves me,
I am blessed. ആരെന്നെ ഇഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, ആരെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവം എന്നെ ഒത്തിരി അധികമായി സ്നേഹിക്കുകയാണ്. Hallelujah. Hallelujah. Amen. And God has not changed that mind. God has not changed his mind about you. നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ മനസ്സ്, ആ ഇഷ്ടം ഒരിക്കലും അവിടുന്ന് മാറ്റുകയില്ല. How many of you want to sing a love song to Jesus? എത്ര പേർ യേശുവിന് ഒരു സ്നേഹഗീതം പാടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? Hallelujah. Stanley is sitting here. സ്റ്റാൻലി ഇവിടെയുണ്ട്. You know, Pastor Stanley, when God was drawing him back to his love, പാസ്റ്റർ സ്റ്റാൻലിയെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ദൈവം തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് he would read the book of songs again and again. അദ്ദേഹം ഉത്തമഗീതം വീണ്ടും വീണ്ടും ഒത്തിരി അദ്ദേഹം വായിക്കുമായിരുന്നു. Even though Song of Songs, you know, is originally written between the love of a husband and a wife. ഈ ഉത്തമഗീതം ഭാര്യ ഭർത്താവിന്റെ സ്നേഹബന്ധത്തെ പറ്റി പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം എഴുതിയത്. How many of you know that we have a bridegroom? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നമുക്ക് ഒരു വരനുണ്ട്? Hallelujah. Hallelujah. And we have something to tell him. നമുക്ക് അവനോട് പറയാൻ ചിലതുണ്ട്. Hallelujah. ആമേൻ. He is our beloved. അവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവനാണ്. And he's today calling you his beloved. അവിടുന്ന് നമ്മളിന്ന് വിളിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ. My precious, my beloved son, daughter. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും വിലയേറിയ എൻ്റെ പൈതലെ, എൻ്റെ മകനെ, മകളെ എന്ന് വിളിക്കുക. ഹൃദയം തുറന്ന് ഒന്ന് അല്പനിമിഷങ്ങൾ നമുക്കൊന്ന് കർത്താവിന് വേണ്ടി ഒന്ന് പാടിയാലോ? ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങളൊന്ന് ഉയർത്തി യേശുവിനോട് ഒരു ലവ് സോങ് ഒന്ന് പാടാമോ? നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ, നിങ്ങളുടെ സ്വന്തം ഈണത്തിൽ, സ്വന്തമായി 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 ഈ സമയത്ത് എല്ലാ ഇടങ്ങളിലും ലൈവിൽ കാണുന്ന വ്യക്തികളും യേശുവിന് വേണ്ടി ഒന്ന് പാടുക. അടുത്തേക്കുന്ന ആള് എന്ത് ചെയ്യുന്നു നോക്കരുത്. നിങ്ങൾ കണ്ണടച്ചൊന്ന് പാടിക്കുക, മൂളിക്കുക. Love you Jesus. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നേ പ്രാണപ്രിയ, എൻ്റെ രക്ഷക, എൻ പ്രാണനാഥനേ. മുഖാമുഖം യേശുവായിട്ട് നോക്കിയിട്ടൊന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഒന്ന് തെളിയിക്കാമോ? എങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹത്തെ തെളിയിക്കാൻ പറ്റുന്നത്? ആ ഹൃദയത്തിലുള്ള ആ ഇമോഷൻസിനെ പൊട്ടിച്ച് ഒരു തൈലം പോലെ യേശുവിൻ്റെ കാലിലേക്ക് ഒന്ന് ഒഴിച്ച് സ്നേഹമേ, തുല്യ സ്നേഹമേ, യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കാൻ ഒരാർക്കുമാവില്ല. സ്നേഹമേ, പ്രേമമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ, പ്രേമമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ, സ്നേഹമേ, പ്രേമമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ, സ്നേഹമേ,
ആരാധന. sharing about the Song of Songs, you know how we give so many excuses to God when he tells us to do something. ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ ഒത്തിരി എക്സ്ക്യൂസുകൾ നമ്മൾ കർത്താവിനോട് തിരിച്ചു പറയും. As I was just sitting there, I remembered this verse from Song of Songs. ഇതാ ഞാൻ അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉത്തമഗീതത്തിലെ ഒരു വചനം പെട്ടെന്ന് ഓർമ്മ വന്നു, which is connected to Revelation 3:20. But let's go to Song of Songs. As we are standing, I want to show you how this book is so special. ഇതാ ഈ ബുക്ക് എത്ര സവിശേഷമായതാണെന്ന് നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Song of Songs chapter 5 verse 2. 5-ാം അധ്യായം 2-ാമത്തെ വചനം.
5:2. It says, I slept, but my heart was awake. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. When does that happen? You're sleeping, but you're still awake. What is it known as in simple terms? നിങ്ങൾ നല്ല ഉറക്കത്തിലാണ്, പക്ഷെ നിങ്ങൾ ഉണർന്നിരിക്കുന്നത് പോലെ ഉണ്ട്. അത് നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് അനുഭവമായിരിക്കും അത്? Dream. സ്വപ്നം. You're sleeping, but ഉറങ്ങുവാണ്, you're still awake. You can see certain things. ചില കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. Now, this verse 2, we are in a dream, and in the dream, the Shulamite, the Shulamite lady says, listen, my beloved, that is Jesus. Jesus is knocking the door of my heart and saying, open to me, my sister, my darling, my loved one, open your heart to me. ഇതാ അവിടെ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഇതാ ശൂലംകാരത്തി പറയുകയാണ്, വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. Now the best thing, just get this picture. When the Lord is waiting for us, the next line says, my head is drenched with dew and my hair is damp because of the night. ഇതാ എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. What happens if you stand outside your house the entire night? Will your hair become damp with dew? നിങ്ങൾ രാത്രിയിൽ മഞ്ഞുള്ള സമയത്ത് നിങ്ങൾ വെളിയിൽ പോയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തല മുഴുവൻ മുടി നനഞ്ഞ് കുതിർന്നിരിക്കും, അല്ലേ? Yes. That means every night, every time when he knocks the door of our heart, he wants us to get up and pray. That means he's waiting for us to open the heart. ഇതാ ഓരോ രാത്രിയിലും നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അവൻ നമുക്ക് വേണ്ടി വെളിയിൽ കാത്തിരിക്കുകയാണ്. That means there are times at night we feel I need to get up, I need to pray. This is the image I want you to focus in your heart from today onwards. My Lord is waiting. The entire night he's waiting. He's full of dew. ഇതാ പലപ്പോഴും നമുക്ക് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നമുക്കൊരു വിളി ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു ചിത്രമാണ്. നമ്മുടെ പ്രിയനായ കർത്താവ് നമുക്ക് വേണ്ടി വെളിയിൽ കാത്തു നിൽക്കുകയാണ്. But this is the excuse that we give. പക്ഷെ നമ്മൾ തിരിച്ചു പറയുന്ന എക്സ്ക്യൂസ് എന്താണ്? I have taken off my robe, I have changed. Should I put on my clothes again? Should I change, get ready so that I can open the door? No, I am too comfortable inside my bed. ഇതാ താഴേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി ഞാൻ വീണ്ടും ഡ്രസ്സ് ചെയ്യണമോ? ഞാൻ ഓൾറെഡി ഇനി എങ്ങനെയാണ് വീണ്ടും പുറത്തേക്ക് ഞാൻ ഇറങ്ങി വരിക? I have washed my feet. I remember Sunday sermon the pastor told me, I remember I am washed. I don't, should I pray? No, it's enough. Every Sunday is enough for me. ഇതാ എൻ്റെ കാലുകൾ ഞാൻ വീണ്ടും കഴുകണമോ? പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജ് എനിക്കത് ഓർമ്മയുണ്ട്. അതിൽ ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചതാണ്, ആ ദൂത് ഞാൻ ഏറ്റെടുത്താണ്, ഇനിയും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോ? And the next verse says, my beloved Jesus thrust his hand through the latch and my heart began to pound for him. ഇത് പിന്നീടുള്ള വചനം പറയാണ്, എൻ്റെ പ്രിയൻ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, അദ്വാരത്തിൽ കൂടി കൈ നീട്ടി എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. Now finally we decide I am going to get up. ഇത് അവസാനം അദ്ദേഹം തീരുമാനിക്കണം, ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. But it's too late. The next verse says he's already gone. ഇതാ അവൻ പോയി, ലേറ്റായി പോയി. The fifth verse says, I arose to open for my beloved, and my hands dripped with myrrh. Myrrh is suffering love. I can now understand how much he suffers for me, how much he has suffered for me on the cross. And now I am so comfortable in my bed that I can't get up and pray with him for 1 hour. ഇതാ താഴേക്ക് വായിക്കുന്നുണ്ട്, ആ സമയത്തേക്ക് വാതിൽ തുറക്കേണ്ടതിന് എഴുന്നേറ്റപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ മൂറ് എന്ന് പറയുന്ന തൈലമെല്ലാം കയ്യിലായി എന്ന് പറയുന്നു. അത് കാണിക്കുന്നത് യേശു കർത്താവിൻ്റെ കഷ്ടതയാണ്. കർത്താവായ യേശു പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി ക്രൂശിൽ എത്ര വേദന സഹിച്ചു. എന്നാൽ നമ്മളൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അല്പസമയം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഒത്തിരി എക്സ്ക്യൂസുകൾ പറയും. But now, എന്നാൽ ഇപ്പോൾ
This verse is connected to Revelation 3:20 that says, "Behold, I am standing at the door, knocking on the door. Would you open for me?" ഇതാ വെളിപ്പാട് പുസ്തകം 3-20 വചനമായി ഈ വചനം നേരിട്ട് കണക്റ്റഡ് ആണ്. അവിടെ പറയുന്നതാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് തുറന്നു തന്നാൽ ഞാൻ. You can all be seated now. ദയവായി ഇരിക്കാം. I still remember 2018, I would wake up many times every day for few weeks exactly at 3:20. ഇതാ എനിക്ക് ഓർമ്മയുണ്ട് 2018 എല്ലാ ദിവസവും 3:20 ഞാൻ ഉറക്കത്തിൽ എഴുന്നേൽക്കുമായിരുന്നു. One day I woke up at 3:19 ഒരു ദിവസം ഞാൻ 3:19 എഴുന്നേറ്റത്. and I put my phone aside. I waited for some time just to look. It's 3:20. ഇതാ എൻ്റെ ഫോൺ ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു, എന്നിട്ട് അത് 3:20 കാണാൻ വേണ്ടി. Because I was so excited. I wanted the time to be 3:20. ഇതാ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു, ആ സമയം കൃത്യം 3:20 ആയിരിക്കണം ഞാൻ ആഗ്രഹിച്ചു. But one day I had a very powerful experience. ഒരു ദിവസം എനിക്ക് അതിശക്തമായ അനുഭവം ഉണ്ടായി. Where at 3:20 someone was knocking on the door very loud. ഇതാ വളരെ ശക്തിയോടെ എൻ്റെ വാതിൽ ആരോ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മുട്ടിക്കൊണ്ടിരിക്കുക. So much that I woke up and I thought, who is this at 3:20 knocking my door? ഇതാ പെട്ടെന്ന് അത് വളരെ ശക്തമായിരുന്നു. ഈ 3:20 ആരാണ് ഇത്രയും ശക്തമായി കഥയിൽ മുട്ടുന്നത്? Now this was an encounter. This was very loud. So I sat on my bed and I'm panicking, thinking my parents will also wake up now. ഇതാ അതൊരു എൻകൗണ്ടർ ആണ്, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ പേടിച്ചെഴുന്നേൽക്കുകയാണ്, ഇത്രയും ശക്തമായി വാതിൽ മുട്ടുന്നതുകൊണ്ട് എൻ്റെ പാരൻസും ഇപ്പോൾ എഴുന്നേറ്റ് കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. And you know, it's not just once or twice. No, it's as if it's and there's an urgency. It was like again and again. ഇതാ ചുമ്മാ വന്ന് ഇങ്ങനെ പതുക്കെ മുട്ടുന്ന രീതി ആയിരുന്നില്ല. ഒരു ഭയങ്കരമായ ഒരു എമർജൻസി വരുമ്പോൾ ഇതാ ഡോറിൽ വന്ന് അടിക്കുന്നത് പോലെ അത് അടിച്ചുകൊണ്ടിരുന്നു. But then I realized the door, my room's door is not being knocked. It's here. The knock is coming from my heart. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ആ കഥകിലല്ല അത് മുട്ടിക്കൊണ്ടിരുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലാണ് ആ മുട്ടി ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. And that's when I realized Revelation 3:20. I opened the word immediately to Revelation 3:20. I read the entire verse, and that day I understood why I am waking up every day at 3:20. ഇതാ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ റെവലേഷൻ വെളിപ്പാട് പുസ്തകം 3:20 എടുത്ത് വായിച്ചു. അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് 3:20 എല്ലാ ദിവസവും ഞാൻ എഴുന്നേൽക്കുന്നതെന്ന്. I believe that call is for everyone. ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ദൈവിക വിളി എല്ലാവർക്കും ഉള്ളതാണ്. For everyone. എല്ലാവർക്കും. Today, I know the team, if there are young people here from the camp, you're a little tired today. ഇതാ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർ യങ് പീപ്പിൾ ഇതിനിടയിലുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തൊട്ട് ക്യാമ്പിലാണ് ടയർഡ് And also all the teams. അതിൻ്റെ വോളണ്ടിയേഴ്സ് ടീം എല്ലാം. But I have a word that will refresh you today. എന്നാൽ നിങ്ങൾക്ക് ഉന്മേഷം നൽകുന്ന ഒരു വചനം എൻ്റെ പക്കലുണ്ട്. It's something that we do, but we fail to realize that God has given us a tool to refresh us every time we're tired. ഇത് നമ്മൾ എപ്പോഴൊക്കെ ടയർഡായി പോകുന്നു ആ സമയത്തൊക്കെ നമുക്ക് വീണ്ടും നവോന്മേഷമേകുന്ന ഒരു ആയുധം കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. How many of you want to walk in the fullness of who God wants you to be? ഇതാ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? You know, Galatians 2:20 says, no longer I, but Christ lives in me. ഇതാ ഗലാത്യലേഖനം 2:20 പറയുന്നു, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. That means today there are certain things that we are carrying, we need to put it aside. ഇതാ നമ്മൾ There are certain things that we are carrying today that we need to put aside. ഇത് നമ്മൾ ചുമന്നു നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. You see, we can never walk in the fullness of Christ, in the fullness of who God created us to be, if we carry bitterness, if we carry unforgiveness, if we carry envy, jealousy. ഇതാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും അസൂയയോ നമുക്ക് മറ്റുള്ളവരോടുള്ള പകയോ കയ്പോ നമുക്ക് അത് ചുമന്നുകൊണ്ട് നടക്കാൻ സാധിക്കില്ല. Sometimes we want to see the power of God, but
Why am if there are ministers sitting here, why do I not see the power of God flowing in and through me? Why? ഇതാ പല ശുശ്രൂഷകന്മാരും ഇവിടെ ഉണ്ടല്ലോ. പലപ്പോഴും നാം ദൈവത്തിന്റെ ശക്തി നമ്മുടെ മിനിസ്ട്രിയിൽ വെളിപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പലപ്പോഴും അത് കാണുന്നില്ല. എന്തുകൊണ്ട്? The word says it is no longer I but Christ. ഇതാ വചനം പറയുക, ഇനി ഞാനല്ല ക്രിസ്തു. But now if it is truly no longer I want us to give up this bitterness, jealousy, unforgiveness. We need to uproot it today. ഇതാ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്തുനിന്ന് എല്ലാ അസൂയയും പകയും എല്ലാ കയ്പും നിങ്ങൾ വേരോടെ പിഴുതു കളയണം. So that it is truly no longer I but Christ who lives in അപ്പോൾ me. സത്യമായിട്ടും ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. Amen. ആമേൻ. Can we do that? നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? Can we pray for some time? നമുക്ക് ചില സമയത്ത് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. We can pray for some time. നമ്മൾ പ്രാർത്ഥിക്കാൻ While പോവുകയാണ്. you are sitting, I don't want you to get up. നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ And while we are praying, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ I'm going to ask the Holy Spirit to reveal these areas that hinder you from walking in the fullness of Christ. ഇതാ ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ യേശുവുമായിട്ടുള്ള നടത്തത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കർത്താവ് വെളിപ്പെടുത്തി തരാം. Areas of bitterness and jealousy and unforgiveness. ഇത് നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാതെ പകയുള്ള, വിദ്വേഷമുള്ള, കയ്പുള്ള ഭാഗങ്ങൾ, So that the Spirit can move freely. പരിശുദ്ധാത്മാവിനെ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയും. You see, God wants to move and work powerfully through us, but there are certain things that we need to deal today. ഇതാ കർത്താവിന് നമ്മളെ ശക്തമായി ചലിക്കണമെന്നുണ്ട്, എന്നാൽ നമ്മൾ ഇടപെടേണ്ട, കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. Amen. ആമേൻ. Can we pray for some time? നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. Isn't it an encounter night today? ഇന്ന് എൻകൗണ്ടർ നൈറ്റ് അല്ലേ? ശരിയാണോ? I am only laying a foundation for you to encounter God. ഇത് നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള അടിത്തറവാവുകയാണ് ഞാൻ. Amen. ആമേൻ. Shayalaradan taraga sibiri antaravasu. Brembrata klaradaga sibiri antaravasu. Blerada ragarana sigiridi altagasa. Felaradara negirisi. Naramanarati rasa. Brenaradaga sileriantaravasu. Grabashuramantara sikidialagasu. Anyone here who wants to receive some rest from God today? ഇത് കർത്താവിൽ നിന്ന് ഒരു റെസ്റ്റ് എനിക്ക് വേണം, സ്വസ്ഥത എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? I need some rest in my body, എൻ്റെ ശരീരത്തിൽ എനിക്കൊരു റെസ്റ്റ് in വേണം, my mind. എൻ്റെ മനസ്സിനൊരു റെസ്റ്റ് വേണം. Anyone? ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? Can we quickly go to Isaiah 28:11? ഇത് വേഗത്തിൽ യെശയ്യാവ് 28:11 പോവാം. 11 and 12. അതിൻ്റെ 11 12. It says, very well then, with foreign lips and strange tongues, God will speak to this people, to his people. ഇതവിടെ പറയുകയാണ്, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. Which bhasha? അന്യഭാഷ. Which bhasha? Isaiah is saying this. യെശയ്യാവാണ് ഇത് പറയുന്നത്. And still we don't understand. എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. When will God speak to his people? When his people will speak in? ദൈവത്തിന്റെ ജനം എങ്ങനെ സംസാരിക്കുമെന്ന്, ഏത് ഭാഷയിൽ അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? When they speak in strange language. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, Mysterious language. നിഗൂഢമായ ഭാഷയിൽ When സംസാരിക്കുമ്പോൾ, they speak. അവർ സംസാരിക്കുമ്പോൾ, When they speak. അവർ സംസാരിക്കുമ്പോൾ, As they are speaking, God will speak. ഇതാ അവർ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കും. Now, എന്നിട്ട് പറയുകയാണ്, here's some rest for you. ഒരു റെസ്റ്റിന്റെ വചനം. Next verse says, to whom he said, this is the resting place, let the weary rest. This is the place of repose. But the people don't listen.
ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രാമം എന്നവൻ അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. I'm tired. ഞാൻ ക്ഷീണിതനാണ്. God says, this is the place of rest. What? When you speak. Shaltaraga sikiti arivisibe. Albragadaga sikiti. Arbra. Let the weary receive rest in this place. ഇതാ ഞാൻ ക്ഷീണിതനാണ്, ശരീരത്തിൽ ക്ഷീണിതനാണ്, മനസ്സിൽ ക്ഷീണിതനാണ്. എന്നാൽ ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ക്ഷീണമുള്ളവൻ എൻ്റെ ആശ്വാസം പ്രാപിക്കട്ടെ. I'm tired. I want to sleep. എനിക്ക് ക്ഷീണിതനാണ്, ഉറങ്ങണം. You and I, we are different. We're different from the world. ഇതാ നാം ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. God's word teaches us how to rest. ഇതാ ദൈവത്തിന്റെ വചനം എങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. And as we are resting, we might sleep. ഇതാ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകാം, Which is wonderful. നല്ല കാര്യം. But if we are not, അല്ലെങ്കിൽ what do you do? നിങ്ങൾ എന്ത് ചെയ്യും? What is happening? God will speak to you. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. Amen. ആമേൻ. Can we rest for some time now? കുറച്ച് സമയം നമുക്കൊന്ന് സ്വസ്ഥമായിരിക്കാം. Can we rest for some time? അതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്താലോ? What do we do? എന്ന് നമ്മൾ ചെയ്യുക, Let's start speaking in tongues. അന്യഭാഷയിൽ സംസാരിക്കുക. And as we are praying, the Lord will highlight areas of unforgiveness, bitterness, നമ്മൾ any heavy yoke that is not from God. He will show. He will say, remove this from your shoulders. ഇതാ നമ്മൾ ആ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആ നമ്മുടെ മുതുകിലുള്ള വലിയ നുകം, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു തരും. ഇത് മാറ്റണം. For some of you, you will slip into visions. You will see God speaking to you in visions now. ഇത് ചില ആളുകൾ നിങ്ങൾ പെട്ടെന്ന് കർത്താവ് അവരോട് ദർശനങ്ങളിലൂടെ ഇടപെടാൻ തുടങ്ങും. So Father, may the eyes of the Spirit be opened in this place. ഇതാ ഈ സ്ഥലത്ത് ആ ദർശനത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. To see and hear from you. ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തുറക്കപ്പെടട്ടെ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Come on, let's start speaking in tongues. അന്യഭാഷകളൊന്ന് സംസാരിക്കാൻ തുടങ്ങാമോ? Lebradagas sikitiar taravasa barabash. Meyaradas elaravas sukoromoze radagas. Shamarada legerevedenti liradaraz. Naravadar kederevenili antaravaravagarabana zugorotos ebeleribes. Shamatalara redegiri antaravagarabasu. Le rabanar degerevenilibes umbragas. As you're speaking, as you're praying, pray with this consciousness and awareness that I'm receiving rest. ഇതാ നിങ്ങൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയുക, ആ റെസ്റ്റ്, ആ സ്വസ്ഥത കർത്താവ് നിങ്ങളുടെ അകത്തേക്ക് പകർന്നുകൊണ്ടിരിക്കുക. Praying and hearing from God should never be a work. ഇതാ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ജോലിയായിട്ട് മാറരുത്. For the word says this is the place of rest. കാരണം ഇത് വിശ്രാമത്തിന്റെ ഇടമാണ്. Man bravara da sigidili antaragaso meltuno raganal mantagase bereke jblodolo ramanal maganarata blegolto ramanal khatagaza mejugun alarada zimblere dene khatala Shabaravadala rakase gerenele revenemento goramanala rase. Jei brananta kharabanala rabasso krovodogola raganamase. Vei rabanala ramte gere ala ravanta garabasso garamanala ramasi brianto logorobonala rabanamase. Jei radala rabanar khadaz bilirianto roboro gonomolo romoze gerebe. Now God is, I can sense God is speaking to you.
certain people right now. ചില ആളുകളുടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് തിരിച്ചറിയാം. Things you need to forgive, forgiving people, unforgiveness, it's being highlighted in your spirit now. ഇത് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ അത് ഉയർന്നു വരികയാണ്. Brantiliria sabla khashtagana sora varabasikiridira reimbrakadalar masogoro mozebre alarada sogora maso majdigini diara gadal mantovore anbrevi krabazogo alarada khasa brava mama maze Shoraman nidi nadala khata gaza gaza baze shabalaram tiliga ravanala ramasore me shabaraman artigira dala ravanar khavaze al breve raman altagara zogo jeragarte krevele rebene masogo shabana sogona Lei ramanarti clivi alla ramasso Jaramanalta caravana la ramanamasso Ramanala rabassei alla radaga ramanasso Reimbrach la ravana margavasso Ramana maragabashe veleri di anta la raganamasso Yein bravaramana la raman. This is the place of rest, the word says. ഇതാകുന്നു സ്വസ്ഥതയുടെ ഇടം. And this is how the Lord speaks to his people. ഇങ്ങനെയാണ് കർത്താവ് തന്റെ ജനത്തോട് So ഇടപെടുന്നത്. come on, just receive from him. അവനെ സ്വീകരിക്കുക. Be refreshed in your soul. നിങ്ങളുടെ ആത്മാവിലേക്ക് പുതിയ ഉന്മേഷത്തെ സ്വീകരിക്കുക. Be refreshed in your mind. നിങ്ങളുടെ മനസ്സിൽ നവോന്മേഷം സ്വീകരിക്കുക. Be refreshed in your body. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുതുക്കം പ്രാപിക്കുക. Serving God is a privilege. It is not heavy work. ഇത് ദൈവത്തെ സൂക്ഷിക്കുന്നത് അതൊരു പദവിയാണ്, അത് കഠിനാധ്വാനമല്ല. Karada la rava sora mama mambregedere lembra karada siblira mana markhadazo jara manarte gerevene rebeso leia la ravana masora mana la rakhata da zabregeresha reia la ramasora mana marta kharagana la rabaseiki jara mana marto gora mana la ramassa barabante rega ramana la rabaso Jeia la rada cravazo Leia rama khadali antalana makhutulu rama khizbi an brivira makhravara dala rabana maso ein grakhashte genele regener gada zamla rada ganar khavazo blo ramana la khati an gredeja grakhata la rabaso mregede gele regene me an breve. Don't carry it, don't keep it, because it is no longer I but Christ who lives in me. No longer I but Christ who lives in me. ഇനിയും അത് വെച്ചുകൊണ്ടിരിക്കരുത്, അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഞാനല്ല, എന്നിൽ യേശു അത്രേ, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. Come on, let go of unforgiveness, let go of bitterness, let go of anything that will stop you from walking in the fullness of Christ. ഇത് ആ കയ്പിനെ വിട്ടുകളയുക, പകയെ വിട്ടുകളയുക, ആ വിദ്വേഷത്തെ വിട്ടുകളയുക. കാരണം നിങ്ങൾ ഇത് ക്രിസ്തുയേശുവിൽ di alta rabasso reimbra khatala rabasso ramana la rabasse mbrege de gerevejo riveleri anta ravara vagaravana al marvo garada garbasse aradasto reimbra katazo gurumo sabla rakhashte grede gerevele regene berganta rabase la rabanante revere benele regana mar khvara gasso bro vagaste grena antaraga la rabasso Ana khazashta gara casa clara daso lembra kata frena rada sekidi shabala daga Frena na na ragalaze e al brava nagara che te lo e ara el
Ravada casa bredinele mergomonoso. En ragada la ravanar khata zibilire de gerebineso. Let's try to look at the cross. നിങ്ങൾ ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ My question is, what wrong or crime did Jesus commit for him to be hanged on the cross with such a brutal death? അത്രയും നീചമായൊരു മരണം യേശുവിന് കിട്ടുവാൻ തക്ക എന്ത് കുറ്റമാണ് യേശു ചെയ്തത്? What wrong did he do for the people to spit at him, hit him, punch him, tear his beard? യേശുവിൻ്റെ താഴ്രോമങ്ങൾ പറിച്ചെടുക്കാൻ, യേശുവിൻ്റെ മുഖത്ത് തുപ്പുവാൻ, യേശുവിനെ ഇടിക്കുവാൻ, അത്രയും എന്ത് പാപമാണ്, കുറ്റമാണ് യേശു ചെയ്തത്? Is there anything that he did to deserve that? ഇതാ അതിനെന്തെങ്കിലും അർഹതപ്പെട്ട രീതിയിലുള്ള കുറ്റം യേശു ചെയ്തോ? And still his maturity was in forgiving everyone. ഇതാ എന്നിട്ടും സകലരോടും ക്ഷമിച്ചു കൊടുക്കുന്നതായിരുന്നു യേശുവിൻ്റെ പക്വത. He did not say one day they will understand, their eyes will open and they will say, I am sorry Jesus. No. ഇല്ല, യേശു ഒരിക്കലും പറഞ്ഞില്ല ഒരിക്കൽ ഇവർക്ക് മനസ്സിലാകും, ഇവരുടെ കണ്ണുകൾ തുറക്കപ്പെടും, അവരെൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറയും എന്ന് യേശു ചിന്തിച്ചില്ല. Your greatness lies in your ability today to realize, you know what, I will forgive them no matter what. ഇതാ നിങ്ങളുടെ മഹത്വം ഇരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഇവരുടെ പ്രതികരണം എന്താണെങ്കിലും ഞാൻ ഇവരോട് ക്ഷമിച്ചു കൊടുക്കുമെന്ന് പറയാനുള്ള നിങ്ങളുടെ മനസ്സൊരുക്കത്തിലാണ്. And you know the greatest, we say yes, we are in the end times, the end of end days. Yes, we are. നമ്മൾ പറയും നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യദിനങ്ങളിലാണ്. അതെ. And you know the greatest sign of the end times? ഇത് അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയാമോ? It's the presence of the spirit of Elijah that draws the heart of the fathers to their children back to their parents. ഇതാ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുന്ന ആ ഏലിയാവിന്റെ ആത്മാവാകുന്നു. And I believe it's already happening. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. It happened in my life. എൻ്റെ ജീവിതത്തിൽ നടന്നു. And I want to invite you today, start forgiving your family members. ഇതാ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ക്ഷമിക്കാൻ തുടങ്ങുക. Start forgiving your loved ones. നിങ്ങളുടെ ബന്ധുക്കളോട് ക്ഷമിക്കാൻ തുടങ്ങുക. Doesn't matter what they did to you. അവരെന്ത് നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ, Doesn't matter what they called you, what they did not do for you. ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിളിക്കുന്നു അത് പ്രശ്നമല്ല. Today your greatness will be revealed when you get up and you say, I am going to forgive them like Jesus forgave. ഇത് യേശു ക്ഷമിച്ചതുപോലെ ഞാൻ അവരോട് ക്ഷമിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലാണ് നിങ്ങളുടെ മഹത്വം ഇരിക്കുന്നത്. Who are we? It is no longer I. It is not my bitterness. It is not my unforgiveness. It is Christ who lives in me. Nothing of this now. ഇതാ നമ്മൾ ആരാണ്? ഞാനല്ല, എന്നിൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കൈപ്പല്ല, ഇത് എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. That means when people look at you, why are you so sad? No, they should see the fullness of Christ. I am not sad. I am not full of sorrow. I am not grieving. I am happy because Christ lives in me. ഇത് ആളുകൾ നമ്മളെ നോക്കി നിങ്ങൾ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. ഇല്ല, എൻ്റെ അകത്ത് ക്രിസ്തുവാണ് ജീവിക്കുന്നത്, ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നവനല്ല, ഞാൻ എപ്പോഴും സന്തോഷവാനാണ്, ക്രിസ്തു എൻ്റെ അകത്ത് ജീവിക്കുന്നു. Anyone who feels I need to forgive someone right now, as I'm speaking to you, there are some people who know exactly there are certain people you need to forgive today. ഇതാ ചില ആളുകൾ ഇവിടെ ഉണ്ട്, എനിക്കറിയാം, ചില ആളുകളോട് ക്ഷമിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലുണ്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. Is there anyone? Can I see your hands? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? I was in this place. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. And you know, when I forgave, ഞാൻ ക്ഷമിച്ചു കൊടുത്തപ്പോൾ I got reconciled to my own family, എൻ്റെ സ്വന്തം കുടുംബവുമായിട്ട് എനിക്ക് നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞു. to my father. എൻ്റെ പിതാവിനോട് I started honoring my father. ഞാൻ എൻ്റെ പിതാവിനെ മാനിക്കാൻ തുടങ്ങി. He embraced me. He hugged me once. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. He didn't know that I carried so much bitterness against church and everything that church stands for. ഇതാ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എൻ്റെ ഹൃദയത്തിനകത്ത്
ദൈവസഭയ്ക്കെതിരെയും അദ്ദേഹത്തിനെതിരെയും ഇത്രയും കയ്പുണ്ടായിരുന്നുവെന്ന്. He did not know I carried so much hatred for being a pastor's son. ഇത് ഒരു പാസ്റ്ററിന്റെ മകനായിരിക്കുന്നതിൽ അത്രയും വെറുപ്പുണ്ടായിരുന്നുവെന്ന് എൻ്റെ പിതാവിന് അറിയില്ലായിരുന്നു. But 2020 January, I still remember, New Year, we were sitting with some of our leaders. I opened my heart and I forgave him. ഇതാ 2020 ന്യൂ ഇയറിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ശുശ്രൂഷകന്മാരെല്ലാം ഉള്ളപ്പോൾ എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നു. Forgave him of doing something. Nothing actually. He did not do anything against me. ഇത് അദ്ദേഹത്തോട് ക്ഷമിച്ചു കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം എനിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. He always loved me. He cared for me. അദ്ദേഹം എപ്പോഴും എന്നെ സ്നേഹിച്ചു, എന്നെ കരുതി. That means all this bitterness and hatred was one-sided. I carried against him. ഇത് ഞാനാണ് അദ്ദേഹത്തിനെതിരെ ഈ കയ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് നടന്നത്. So I not just forgave him, I forgave myself. ഞാൻ അദ്ദേഹത്തോട് മാത്രമല്ല ക്ഷമിച്ചു കൊടുത്തത്, ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചു. And you know, there was a significant change in my life from that moment. ആ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രധാനമായ മാറ്റങ്ങൾ നടന്നു. Till then I used to start things, do new things, but never finish it. അന്ന് വരെ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യും, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, പക്ഷെ ഒന്നും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാറില്ല. But from that day onwards, എന്നാൽ അന്ന് മുതൽ and till now, I not just start things, I finish it off. ഞാൻ തുടങ്ങുക മാത്രമല്ല, അത് പൂർത്തീകരിക്കുന്നവനായി മാറി. I've shared this testimony many times, how I always wanted to write a book, but after I reconciled with my family, 2021 I released my book. ഇതാ ഞാൻ എൻ്റെ പിതാവുമായിട്ട് നിരപ്പ് പ്രാപിച്ച ശേഷം 2020 നടന്നത്. 2021 എൻ്റെ ബുക്ക് ഞാൻ റിലീസ് ചെയ്തു. The youth ministry started thriving and growing. ഇത് യുവാക്കന്മാരുടെ ഇടയിൽ ശുശ്രൂഷ വളരാൻ തുടങ്ങി, മുന്നേറാൻ തുടങ്ങി. So much took place. ഒത്തിരി കാര്യങ്ങൾ നടന്നു. You see how small things in life, again Song of Solomon says, catch the little foxes. ഇതാ ശലോമോൻ പറഞ്ഞതുപോലെ ആ ചെറു കുറുക്കന്മാരെ പിടിച്ചു കിട്ടുക. You see, these small foxes are so smart, cunning. We think it's the biggest sin that is stopping us. നമ്മൾ പലപ്പോഴും ചിന്തിക്കും വലിയ പാപങ്ങളാണ് നമ്മളെ തടയിടുന്നതെന്ന്. No, it's just this leader. Who does he think he is? ആ പുള്ളിക്കാരൻ, ആ ലീഡർ, പുള്ളി ആരാന്ന വിചാരം? God doesn't talk to me. ദൈവം എന്നോട് സംസാരിക്കാറുണ്ടല്ലോ. എന്താ പ്രവാചകൻ? I am also one famous പ്രവാചകൻ. ഞാനും ഒരിക്കൽ ഭയങ്കര ഫേമസ് പ്രവാചകനായിരുന്നു. He didn't even read his Bible. I was already prophesying in those years. ഇതാ അവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പ്രവചിച്ചു തുടങ്ങിയതാണ്. No longer I, but Christ lives in me. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. If today you cannot say that, if there's anything that comes in between you and Christ, give it away. ഇത് നിങ്ങൾക്കും യേശുവിനിടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ തടസ്സമായി വരുന്നെങ്കിൽ അതിനെ വിട്ടുകളയാ. There's anyone you need to forgive someone, I want you to get up on your seats. I want to pray for you. ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നു. And I'm telling you, there will be a significant change in your life when you see, I am not going to do any magic. ഞാനിവിടെ ഒരു മാജിക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. No magic. അല്ല, No power. ഒരു പവറുമല്ല. I will only ask the Holy Spirit to come, invite and start dealing with you. ഞാൻ ആകെ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയവുമായി ഇടപെടുവാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. It's you and him. നിങ്ങളും അവനുമായിട്ടാണ് കാര്യം. You have to forgive, not me. നിങ്ങളാണ് ക്ഷമിച്ചു കൊടുക്കേണ്ടത്, ഞാനല്ല. Amen. Amen. Holy, holy are you, Lord God Almighty. Holy,
Everyone who's standing, I want you to close your eyes. നിൽക്കുന്ന എല്ലാവരും കണ്ണുകൾ നിങ്ങൾ അടച്ചിരിക്കുക. Welcome, Holy Spirit. We invite your presence and your ministry, dear Holy Spirit. Minister now. Minister to each one of them now. ഇപ്പോൾ തന്നെ ഇവരോട് അങ്ങ് ശുശ്രൂഷിക്കണമേ. Come on. This is your time with the Spirit of God. നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സമയമാണ്. Just start forgiving the people that have wronged you. ഇത് നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങുക. Don't wait for them to come to you. അവർ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വെയിറ്റ് ചെയ്യണ്ട. Today we need to grow up. നാം മുകളിലേക്ക് പോകണം. Just open your mouths. Just confess. Just forgive. നിങ്ങളുടെ വായ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ Come on. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ നന്ദി. Oh, I bless each one right now. ഓരോരുത്തരെ ഞാൻ അനുഗ്രഹിക്കുന്നു. More the people who are experiencing the touch of God, I pray for more. കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാവും. More, Father. കൂടുതൽ കൂടുതൽ More, Father. കൂടുതൽ അപ്പാ. More, Holy Spirit. കൂടുതൽ പരിശുദ്ധാത്മാവ്. A cleansing fire. ദൈവത്തിന്റെ തീ വരട്ടെ. So that it is no longer I, but Christ who ഇനി dwells in me. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. A fresh wave of forgiveness all over this place. ഇതാ ഒരു ക്ഷമിക്കുന്നതിന്റെ ഒരു പുതിയ മഴ ഇവിടെ പെയ്യട്ടെ. A fresh wave of forgiveness all over this place. ഇതാ ഒരു ക്ഷമിക്കുന്നതിന്റെ മഴ. A fresh boldness to forgive and forget. ഇതാ കാര്യങ്ങൾ ക്ഷമിച്ചു കൊടുക്കാനും മറന്നു കളയാനുള്ള ഒരു പ്രത്യേക കൃപ. A boldness to forgive and forget and to move on. ഇതാ ക്ഷമിച്ചു കൊടുത്ത് മറന്നു കളഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. Because it is truly no longer I, but Christ who lives in me. കാരണം സത്യമായിട്ടും ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. A fresh wave of forgiveness. ഇത് പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു തരംഗം. A fresh wave of forgiveness. ഇത് പരിശുദ്ധാത്മാവിന്റെ It പുതിയ is തരംഗം. no longer the bitterness that will hold me. It is no longer the unforgiveness that will hold me. It is Christ who will lead me. ഇതാ കൈപ്പല്ല, ക്ഷമിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ല, യേശു അത്രേ എന്നിൽ. Garadagazo yaladan malve alamaso albanatiki labanamaso alteke yalamanomo ayalamakor. The spirit of Elijah be released now. ഏലിയാവിന്റെ ആത്മാവിടെ പകരപ്പെടട്ടെ. The hearts of the children going back to the fathers. The hearts of the fathers going back to their children. ഇത് മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് മടങ്ങട്ടെ, അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് മടങ്ങട്ടെ. A synergy and a bridge between generations that we will stand together and serve God. ഇതാ ആ രണ്ട് തലമുറകളും ഒരുമിച്ച് നിൽക്കുമ്പോൾ പുറപ്പെടുന്ന ശക്തിയിൽ ഞങ്ങൾ ദൈവത്തെ സേവിക്കും. Gabravozo yala namazigi la namante ala takazoya ambrevera badala ragazzora manamalti kirili altaravarabaso ambravato goboshi antegera manaso kotolo yala baso jeyana malti kirivinili antovo ein brava casa bravasto lagara balante revere revesu ina khata saba
Sora manala ramana sikhiti liriantala rabaso. Embrede khataso. Embrede khataso. Ela rabaso rabashata kaza. സ്നേഹിക്കുന്നേ 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 If you train yourselves for deep meditation, that will bring out great productivity. നിങ്ങൾ ആഴത്തിലുള്ള ഒരു ധ്യാനം ശീലമാക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിശക്തമായ ഫലങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും. If it is shallow, less productivity. എന്നാൽ ധ്യാനത്തിന്റെ കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലവും കുറവായിരിക്കും. If you train yourselves for deep contemplation, meditation, reflection, it will bring out a lot of creativity. നാം ആഴത്തിൽ ധ്യാനിക്കുന്നവരാണെങ്കിൽ, മനനം ചെയ്യുന്നവരാണെങ്കിൽ, പുനർചിന്തനം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിശക്തമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാനായി സാധിക്കും. ക്രിയാത്മകമായ കാര്യങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. In the month of October, the Holy Spirit wants us to go into a deeper level of meditating God, His Word, His works, and what He wants to do through us, which will produce great things for this generation. Hallelujah. ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധാത്മാവ് ഇത്തരത്തിൽ ദൈവവചനത്തെക്കുറിച്ച്, ദൈവികമായ വിഷയങ്ങളെക്കുറിച്ച്, ദൈവപ്രവർത്തികളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ അതിശക്തമായ ഫലങ്ങൾ, മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നാം കാണുക തന്നെ ചെയ്യും. Anybody interested? ആർക്കെങ്കിലും അതിൽ താല്പര്യമുണ്ടോ?
Amen. പ്രോട്ടോകോൾ ടീമിൻ്റെ മെസ്സേജ് വല്ലതും കിട്ടിയോ? ആരെങ്കിലും ഉണ്ടോ? ചോദിക്കണം. ഇപ്പോഴും പലരും നടക്കുന്ന ഞാൻ കാണുന്നു. യു ആർ നോട്ട് അലൗഡ് ടു വാക്ക് നൗ. യു ഹാവ് ടു സിറ്റ്. പ്ലീസ്, ഓൾ പീപ്പിൾ പ്ലീസ് സിറ്റ്. ഹല്ലേലൂയ. ആരും നടക്കുവാൻ അനുവദിക്കുന്നില്ല. ദയവായി ഒരു സ്ഥലത്ത് ഇരുന്നാലും. Nobody is allowed to sit in the side rooms or green room or anywhere. You have to sit in the main hall. Please. ആരെങ്കിലും ഗ്രീൻ റൂമിലോ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ഹാളിലേക്ക് ദയവായി അവരെ കൊണ്ടുവന്നിരുത്തിയാലോ. Because anyway you came, and if you are missing the main thing, you are missing everything. നിങ്ങൾ വന്നു, പക്ഷെ നിങ്ങൾക്ക് വിലപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു വലിയ നഷ്ടമായിരിക്കും I am സംഭവിക്കുന്നത്. very serious, because the Holy Spirit really wants to make you fruitful in the month of October. കാരണം ഞാൻ വളരെ ഗൗരവപൂർവ്വം ഇത് പറയാൻ കാരണം ഇവിടെ ഇരിക്കുന്ന ഇന്ന് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് അതിശക്തമായ ഫലം ഈ ഒക്ടോബർ മാസത്തിൽ പുറപ്പെടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And this is for every blessing to the church. Something big God has planned. ഓരോ ബ്ലെസ്സിംഗ് ടുഡേ സഭകൾക്കും വേണ്ടി എന്തോ ചില വലിയ കാര്യങ്ങൾ ഇതാ ദൈവം തമ്പുരാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. And because of negligence, because we don't hear properly, we miss a lot. എന്നാൽ നാം ശരിയായ വിധത്തിൽ അത് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായി പോകും. This is why the Holy Spirit says repeatedly in the book of Revelation, let him who has an ear listen to this. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പലവട്ടം ആവർത്തിച്ച് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത്. Amen. Amen. ആ കുട്ടികളോടെല്ലാം ഇന്നിരിക്കാൻ പറഞ്ഞ്, മുതിർന്ന ആളുകൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് പ്ലീസ് സിറ്റ്. എല്ലാവരും, കുഞ്ഞുങ്ങൾ എല്ലാവരും ഇരിക്കണം. പ്ലീസ് സിറ്റ്. So many are outside. Even now, so many are outside, I know. This is not a marketplace. This is not a park. We are in the presence of God. ഹല്ലേലൂയ. നിങ്ങൾ സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണെന്നോ ഒരു പാർക്കാണെന്നോ ചിറ്റ്ചാറ്റ് ചെയ്യാനുള്ള ഒരു ഇടമാണെന്നോ കരുതരുത്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരിടത്താണ് നമ്മളെല്ലാവരുമായിരിക്കുന്നത്. Every word that we hear is either for blessing or for judgment. നാം കേൾക്കുന്ന ഓരോ വചനങ്ങൾ ഒന്നുകിൽ നമുക്ക് അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ അത് പിന്നത്തേതിൽ ഒരു ന്യായവിധിയായി മാറിയേക്കാം. The gospel that we hear, it is for salvation, eternal salvation, but if you disobey, it is for eternal damnation. അതുകൊണ്ട് നാം കേൾക്കുന്ന സുവിശേഷം പോലും അത് ഒന്നുകിൽ നമുക്ക് നിത്യരക്ഷയ്ക്കും അല്ലെങ്കിൽ അത് നിത്യനാശത്തിനും അതിടയായി തീരും. Amen. Amen. The first part is reflection, the second part is refining. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഈ ഒക്ടോബർ മാസത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗം എന്നുള്ളത് ധ്യാനം എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ശുദ്ധീകരണം എന്നുള്ളതാണ്. Amen. Amen. Refining is for preparation. ശുദ്ധീകരണം എന്നുള്ളത് അതൊരു ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. If some guests are coming, you will start cleaning up your house. Everything will be made tidy because you are preparing for something. കുറച്ച് അതിഥികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ വീട് മുഴുവൻ നിങ്ങൾ വളരെ വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ഒക്കെ ചെയ്യും. കാരണം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Refining is for preparing with a purpose of something very important. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് ഈ ഒരു ശുദ്ധീകരണം എന്നുള്ളത്. When the refining is going on, you have a great expectation for something. അപ്പോൾ തന്നെ ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയുളവാകുന്ന ഒരു സമയമാണത്. Now refining comes with a promise. To Joshua, God said, sanctify, cleanse the people today. Tomorrow I will perform miracles. എപ്പോഴും ഓർക്കുക, ശുദ്ധീകരണത്തോടൊപ്പം ഒരു വാഗ്ദാനവുമുണ്ട്. അതുകൊണ്ടാണ് യോശുവ തൻ്റെ പുസ്തകത്തിൽ ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ പാളയത്തിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്.
Hallelujah. ഹല്ലേലൂയ. So when you go through a refining process, the master has something huge for you. അതുകൊണ്ട് നിങ്ങൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട മഹത്തായ എന്തോ കാര്യം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. You can ask all the ladies, when you are washing your utensils, all your vessels, you're going to prepare something, you're going to cook something, or you're going to serve something. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് മനസ്സിലാകും, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെക്കുമ്പോൾ നമ്മൾ അടുത്ത കുക്കിങ്ങിന് വേണ്ടി, അടുത്ത പ്രാവശ്യത്തെ പാചകത്തിന് വേണ്ടി നമ്മൾ അതിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. Allow the Holy Spirit to wash us, cleanse us, sanctify us, purify us, refine us, so that glorious things can be served through us, or we can receive. Amen. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ പാത്രങ്ങളെ, നാമാകുന്ന പാത്രങ്ങളെ കഴുകുവാൻ, വെടിപ്പാക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ, വെള്ളം കൊണ്ട് അതിലൂടെ കടന്നു പോകുവാൻ ഇന്ന് രാത്രി അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത രുചികരമായ പല കാര്യങ്ങൾ ഇതാ പാത്രത്തിനകത്തൂടെ വരാൻ പോകുകയാണ്. Listen to me. Repeatedly, the Holy Spirit was emphasizing inside of me that the Lord is going to increase the depth of each believer in blessing today. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പലവട്ടം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ബ്ലെസ്സിംഗ് ടുഡേയിലെ ഓരോ വിശ്വാസികളുടെയും ആത്മീകമായ കാര്യത്തിന്റെ ആഴം അവൻ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. Every minister, every believer, every congregation, the Lord is going to increase your depth. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരെ, ഓരോ ശുശ്രൂഷക്കാരികളെ, ഓരോ ബ്ലെസ്സിംഗ് ടുഡേ സഭകളെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഇതാ നിങ്ങളുടെ ആത്മീയ തലങ്ങളുടെ ആഴം ഇന്ന് രാത്രി ഇതാ വർദ്ധിക്കാൻ പോകുകയാണ്. Oh Jesus. The Lord is going to take us to deep waters. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആഴത്തിലുള്ള വെള്ളത്തിനകത്തേക്ക് നമ്മെ കടത്തിക്കൊണ്ടു പോവുകയാണ്. Come back to the same Psalm 42 verse number 7. ഇനിയിപ്പോൾ സങ്കീർത്തനങ്ങൾ 42-ാം അധ്യായം തന്നെ അതിന്റെ 7-ാമത്തെ വചനത്തിലേക്ക് വന്നാലോ. It says, deep calls to deep in the roar of your waterfalls. All your waves and breakers have swept over me. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. എല്ലാവരും ചേർന്ന് ഒന്ന് വായിക്കാമോ? ഷമ്മ സിസ്റ്ററോട് ചേർന്ന്. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. Most of us, we have never seen the depths of the sea. നമ്മളിൽ മിക്കവാറും ആളുകൾക്ക് ആഴിയുടെ ആഴങ്ങൾ കാണുവാൻ സാധിച്ചിട്ടില്ല. Maybe you have sailed in a boat or in a ship. You have seen the oceans and seas, but you have never gone to the depths of the sea. ഒരു പക്ഷേ നിങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ കപ്പൽ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്തപ്പോൾ ആഴിയുടെ പരപ്പ് നിങ്ങൾ കണ്ടെന്നിരുന്നേക്കാം, പക്ഷേ ആ ആഴിയുടെ ആഴങ്ങൾ നിങ്ങൾ ഒരിക്കലും കണ്ടു കാണില്ല. In the depths of the sea, there are so much valuable things. ഈ ആഴിയുടെ ആഴങ്ങളിൽ വളരെ വിലയേറിയ കാര്യാദികളുണ്ട്. Huge wealth is deposited in the depths of the sea. അതിമഹത്തായിട്ടുള്ള സമ്പത്തുകൾ ആഴിയുടെ ആഴങ്ങളിൽ ദൈവം തമ്പുരാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. Huge water currents are passing this way and that way in the depths of the sea. അതുപോലെ വെള്ളത്തിന്റെ അതിശക്തമായിട്ടുള്ള ശക്തി ഇരമ്പലുകൾ ആഴിയുടെ ആഴങ്ങളിലുണ്ട്. And the deep is a meeting place of many things. അതുമാത്രമല്ല ഈ ആഴം എന്ന് പറയുന്നത് ഒത്തിരി കാര്യാദികളുടെ സംഗമം കൂടിയാണ്. Deep is calling deep. That means deep has an encounter with another deep in the depths. ഇവിടെ നാം കാണുന്ന ആഴിയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള ചിലതിനെ സംബന്ധിച്ച് ഒരു എൻകൗണ്ടർ, ഒരു കൂടിച്ചേരൽ, ഒരു കൂടിക്കാഴ്ച സംഭവിക്കുന്നുണ്ട്. ജീസസ്. Lift your hands and pray. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും.
Everybody lift your hands and pray. Because only the Holy Spirit knows the depths of God. ഓ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നത്. Only He can take us to the depths of God. ആ ദൈവത്തിന്റെ ആഴങ്ങൾ അറിയണമെന്ന് ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ ഒരുവനെ സാധിക്കൂ. അത് നമ്മുടെ പരിശുദ്ധാത്മാവ് മാത്രമാണ്. Tonight the Holy Spirit is inviting us, viewing us to take us to the depths of God. ഇന്ന് രാത്രിയിൽ ഈ പരിശുദ്ധാത്മാവ് ഇവിടെ ആഗ്രഹിക്കുന്ന ചില ആളുകളെ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് അവനിതാ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. Come on everybody, pray, 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 pray in tongues. Everybody pray in tongues. Come on. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ സംസാരിക്കുക. ആഴങ്ങളിലേക്ക് ആഴിയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതാ ചിലരെ കടത്തിക്കൊണ്ടുപോവുകയാണല്ലോ. Tonight deep is calling you. ഇന്ന് രാത്രിയിൽ ആഴീത നിന്നെ ക്ഷണിക്കുകയാണ്. The month of October is a month of depths. ഈ ഒക്ടോബർ മാസം എന്നുള്ളത് നിന്റെ ആഴത്തിന്റെ മാസം കൂടിയാണ്. Come on, pray, pray, pray. Not an ordinary prayer. Pray deep. ഓ ഇന്നൊരു സാധാരണ പ്രാർത്ഥനയല്ല. കൈകൾ ഉയർത്താവുന്നിടത്തോളം ഉയർത്തിപ്പിടിച്ചോ. വേദനിക്കുമെന്ന് തോന്നിയാലും ഉയർത്തിപ്പിടിച്ചോ. ആഴത്തിൽ 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 ചങ്കിന്റെ അകത്തു നിന്നുള്ളൊരു പ്രാർത്ഥന എന്നെ ഒന്ന് വലിച്ചു കൊണ്ടുപോണേ ആഴത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്. Hallelujah. Let's come back to verse number 1 once again. As the deer pants for streams of water, so my soul pants for you, my God. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം സ്ക്രീനിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. So it all starts with a thirst and hunger for God. ഇത് എല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്ന ദൈവത്തോടുള്ള കാംക്ഷയിൽ നിന്നും ആ ദാഹത്തിൽ നിന്നുമാണ്. Amen. Amen. So make it a prayer point and start praying right now. Lord, fill me with that thirst and hunger for God. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ പുസ്തകത്തിൽ ഇപ്പോൾ എഴുതി വെച്ചാൽ, കർത്താവേ അങ്ങേക്ക് വേണ്ടിയുള്ള ഒരു ദാഹവും വിശപ്പും എനിക്കുണ്ടാകട്ടെ. എഴുതിയാലും അങ്ങേക്ക് വേണ്ടി ഒരു ദാഹവും വിശപ്പും എനിക്കുണ്ടാകട്ടെ. എഴുതി കഴിഞ്ഞവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നിവിടുന്ന് പോകുമ്പോൾ അടക്കാനാവാത്ത ഒരു വിശപ്പും ദാഹവും ദൈവത്തിന് വേണ്ടിയുള്ളത് എന്നിലുണ്ടാകട്ടെ. ഞാൻ 1, 2, 3 കൗണ്ട് ചെയ്യുമ്പോൾ വായ് വിസ്താരത്തിൽ തുറന്ന് ശക്തമായി വ്യക്തമായി പ്രാർത്ഥിക്കണം. Here we go. 1, 2, 3. കൈകൾ രണ്ടും ഉയർത്തി. ഓ റാ 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 ഷീരാ റാ 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 ലേസേ തേലേ ലേലേ ഷേരേ ബോറോഷാ ലാ 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 Seke tere bushateli boroshika baba baba Abba 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 Oh ra 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 bashira baba 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 Altala setere no shetele roshini korosika baba La seteli baraba kaigal rendu uyarthi pidichu വരികൾ ഹൃദയത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ കർത്താവേ അങ്ങേക്ക് വേണ്ടിയുള്ളൊരു ദാഹവും വിശപ്പും, അങ്ങയുടെ വചനത്തിന് വേണ്ടി ദാഹം വിശപ്പ്, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ദാഹം വിശപ്പ്. Strength, my shield, and to you alone may my spirit read, and you alone are my heart's desire, and I long to worship you.
My soul thirsts for God, for the living God. When can I go and meet with God? Amen. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? This is a thirst, this is a prayer for meeting with God. ഇവിടെ നമ്മൾ കാണുന്ന കർത്താവിനെ ഒന്ന് കണ്ടുമുട്ടുവാൻ, അവൻ്റെ അരികിലേക്ക് ചെല്ലുവാനുള്ള ഒരു മനുഷ്യന്റെ ദാഹത്തെയും കാംക്ഷയുമാണ് കാണുന്നത്. Anybody interested to meet with God in the month of October? ഈ ഒക്ടോബർ മാസത്തിൽ കർത്താവിനെ ഒന്ന് മുഖാമുഖം കാണാൻ Come on, pray now. Come on. കൈകൾ ഉയർത്തി, കൈകൾ ഉയർത്തി. ഓ, ഇരുന്നിട്ടല്ല, എഴുന്നേറ്റിട്ടാണെങ്കിൽ അപ്പാ, Come on. എനിക്ക് അങ്ങയെ ഒന്ന് കാണണമെന്നാ. യാക്കോബ് ദൈവത്തെ കണ്ടു. അവന്റെ നടപ്പിൽ മാറ്റം വന്നു, അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. അവന്റെ മുകളിൽ സൂര്യൻ ഉദിച്ചു, അവന്റെ പേര് മാറി, അവന്റെ അവസ്ഥ മാറി, തലമുറകളിൽ അനുഗ്രഹം വന്നു. ക്ഷമ സിസ്റ്റർ പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും പ്രാർത്ഥന ചെയ്തു. ആ ഒരു ദാഹവും വിശപ്പും പോരാ, കൈ അങ്ങ് ഉയർത്തിപ്പിടിച്ചു ഒറ്റ വിളിച്ച്, ഈ ഒക്ടോബർ മാസത്തിൽ എനിക്ക് എൻ്റെ ദൈവവുമായി ഒന്ന് കൂട്ടിമുട്ടണം, ഒന്ന് കാണണം. പ്രാർത്ഥിക്കുക. നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരുവാൻ അവന് മനസ്സുണ്ട്. പ്രാർത്ഥനാ വേളകളിൽ രഹസ്യത്തിൽ നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരാൻ അവന് മനസ്സുണ്ട്. പ്രാർത്ഥിക്കുക. ദൈവമായി ഒരു പ്രാവശ്യമെങ്കിലും കണ്ടുമുട്ടിയ ആളെ കണ്ടാൽ തിരിച്ചറിയാം. എല്ലാറ്റിലും ഒരു വ്യത്യാസം വന്നിരിക്കും. പ്രാർത്ഥിച്ചോ. ദൈവമായി ഒരു പ്രാവശ്യമെങ്കിലും എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളവരുടെ ശുശ്രൂഷ മാറും, ജീവിതം മാറും, നിലവാരം മാറും, സകലവും മാറും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതിഗൗരവമായി പ്രാർത്ഥിച്ചോ. Pray with all seriousness right now.
number 3, my tears have been my food day and night, while people say to me all day long, where is your God? മൂന്നാമത്തെ വചനം, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. This psalm is written by sons of Korah. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന കോരഹ പുത്രന്മാരാണ്. And they are expressing their different experiences that they are passing through, going through. അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ആണ് ഈ ഒരു സങ്കീർത്തനത്തിലൂടെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. So here they say, my tears have been my food day and night. That means in that season of their life, they were going through a lot of troublesome situations. They were always crying and crying and crying. അവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ മനസ്സിലാകും, എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ കണ്ണുനീരിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ രാവും പകലും കരഞ്ഞുകൊണ്ടേയിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം അവർക്ക് പറയാനുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു സീസണിലൂടെയായിരിക്കും നിങ്ങളും കടന്നു പോകുന്നത്. If you are going through the valley of tears right now, I have good news for you. ഇന്ന് രാത്രിയിൽ ഇത്തരത്തിൽ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊരു സദ്വർത്തമാനം പറയാനുണ്ട്. Not only the season of tears, it says, while people say to me all day long, where is your God? That means people are asking a lot of questions to him. അതിൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ണുനീരിന്റെ ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോയി എന്ന് മാത്രമല്ല, ആദ്യത്തെ ഭാഗം നോക്കൂ, നിന്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ നിങ്ങളെ ചോദ്യം ചെയ്യുക പോലും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോയിരുന്നു. Question number 1, are you going through the valley of tears now? Question number 2, are you surrounded by a lot of questions? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും കണ്ണുനീരിന്റെ താഴ്വാരത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? രണ്ടാമത്തെ എൻ്റെ ചോദ്യം ഇതാണ്, നിന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞ് നിന്നെ പരിഹസിച്ച് ചോദിക്കുന്ന ആളുകൾ നിനക്ക് ചുറ്റുമുണ്ടോ? These are signs of the Holy Spirit taking you to the depths of your spiritual life. Hallelujah. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള ചില തെളിവുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. At verse number 7, deep calls deep, but verse number 1 to 6 is the setting which is leading them to the deep. ഇവിടെ ഏഴാമത്തെ വചനത്തിൽ കാണുമ്പോൾ അവിടെ നാം കാണുവാൻ ആഴിയെ വിളിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇതിന്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്ന ആ വ്യക്തിയെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തിയ ചില കാര്യങ്ങളെ കുറിച്ചാണ്. Sometimes you'll go through seasons of tears. ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ കാലഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയെന്നിരിക്കും. Sometimes you'll be surrounded by a lot of questions. ഒരു പക്ഷേ ചില കാലഘട്ടങ്ങൾ ഒത്തിരി ചോദ്യശരങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കും. But there is a God working in your life to work out everything for your good. എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഒരു ദൈവമുണ്ട്, ഇപ്പോൾ സംഭവിക്കുന്ന സകല കാര്യങ്ങളെയും നന്മയാക്കി തീർക്കുന്ന ഒരുവൻ നിങ്ങൾക്കുണ്ട്. All the valleys of tears will become pools of blessings. Hallelujah. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ താഴ്വാരമെല്ലാം ഇതാ നാളെ അനുഗ്രഹത്തിന്റെ ഒരു ജലാശയമാക്കി കർത്താവ് തീർക്കാൻ പോകുകയാണ്. Come on, somebody clap your hands and receive pools of blessings into your life. ഇന്നത്തെ കണ്ണുനീരിന്റെ താഴ്വാരങ്ങൾ നാളത്തെ അനുഗ്രഹത്തിന്റെ ജലാശയങ്ങളായി നീന്തി തുടിക്കുന്ന ജലാശയങ്ങളാക്കി കർത്താവ് തീർക്കാൻ പോകുകയാണ്. Not only that, the Lord is going to assign depths to your spiritual life if you are going through troublesome waters. അപ്പോൾ തന്നെ ഇതാ ബുദ്ധിമുട്ടിന്റെ വേദനയുടെ വെള്ളങ്ങൾക്കിടയിലൂടെ നീ കടന്നു പോകുമ്പോഴും കർത്താവ് നിന്നെ ഇതാ ആത്മീക ജീവിതത്തിന്റെ ആഴത്തിനകത്തൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഓ ജീസസ് ജീസസ് ജീസസ്. ഉള്ളത് മലയാളത്തിൽ പറയട്ടെ. ഏറ്റവും കൂടുതൽ കണ്ണുനീരിലൂടെ
ഏറ്റവും കൂടുതൽ സഹനങ്ങളിലൂടെ, ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ ആഴം ഏറ്റവും കൂടുതൽ നിനക്കായിരിക്കും. Amen. Hallelujah. Yes, 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 yes. Lura shete lekene mashala bahaseteila. ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്നൊരു പാട്ട് പണ്ട് പാടുമായിരുന്നല്ലോ. ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. പാട്. ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. മാന്യത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. മാന്യത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. ജീവനീരെനിക്കേകിടണേ, യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനീരെനിക്കേകിടണേ, യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ഓ ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനോട് പറയാം. കർത്താവേ, ആഴത്തിൽ ചിലതെന്നോട് ഇടപെടണമേ. ആത്മാവിലെന്നോട് ഇടപെടണേ, ആഴത്തിലെന്നോട് ഇടപെടണേ. ഓ ആഴത്തിലെന്നോടും ഇടപെടണേ, ഓ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി,
number 4, these things I remember as I pour out my soul. How I used to go to the house of God under the protection of the mighty one with shouts of joy and praise among the festive throng. ആമേൻ. 4-ാമത്തെ വചനം നമ്മൾ ഒരുമിച്ച് ചേർന്ന് സ്ക്രീനിൽ നമുക്കത് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉത്സവം, എല്ലാവരും ചേർന്നൊന്ന് വായിക്കാമോ? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ശബ്ദം കൂടെ അല്പം കൂടെ ഉയർത്തി, സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. Meaning, there was a time in his life he was enjoying the sweet fellowships and the festivity in the house of God. But now he's in a situation where he has no such fellowship. ഹല്ലേലൂയ. ഇത് അതിൻ്റെ അർത്ഥം ഒരു കാലഘട്ടത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉത്സവം ആചരിക്കുന്ന ദൈവാലയത്തിലേക്ക് ചെന്ന് സന്തോഷത്തോടും സ്തോത്രത്തോടും കൂടെ കർത്താവിനെ ആരാധിച്ച് ആഘോഷിക്കുന്ന ഒരു സമയം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സമയത്തിലൂടെ അല്ല താൻ കടന്നു പോകുന്നത്. He's going through a situation like a captivity. He is in a bracket period. Maybe he is going through a tunnel or a valley and he is going through depression. But now he is thirsting for God. ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു അടിമത്വത്തിൻ്റെ, ഒന്നും മുന്നിൽ കാണാൻ സാധിക്കാത്ത ഒരു തുരങ്കത്തിലൂടെ പോകുന്ന പോലെ, ആരും കൂടെയില്ലാത്ത, ദൈവത്തെ പെട്ടെന്ന് കാണാൻ പറ്റാത്തതുപോലെ ഒരവസ്ഥയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. Anybody watching us online or present here going through such seasons in your life, I have good news. The Lord is going to take you to the deep waters. Amen. Hallelujah. ഇന്ന് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഒരുപക്ഷെ കൊച്ചിയിൽ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ഒരു വേദനിക്കുന്ന അനുഭവത്തിലൂടെ, ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇതാ കർത്താവ് ഈ സീസണെ മാറ്റി ഇത് ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സീസണിലേക്ക് വരുത്തിയിരിക്കുകയാണ്. Clearly the Holy Spirit says there'll be no dry season in the depths of the sea. Hallelujah. വീണ്ടും പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആഴിയുടെ ആഴത്തിനകത്ത് വരണ്ട രീതിയിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടി വരികയില്ല. ആഴിയുടെ ആഴത്തിനകത്ത് ഒരു വരണ്ട കാലാവസ്ഥ, വരണ്ട അനുഭവത്തിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടി വരികയില്ല. One more time. ഓ, ആഴിയുടെ ആഴത്തിനകത്ത് വരണ്ട ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാമെന്ന് ഞാനും നിങ്ങൾ കരുതരുത്. In verse number 5, he is becoming a counselor to himself. He is asking these questions. Why, my soul, are you downcast? Why so disturbed within me? Put your hope in God, for I will yet praise him, my Savior and my God. 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിന് തന്നെ ഒരു ഉപദേശം, ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അത് നമുക്കൊന്ന് ചേർന്ന് വായിക്കാമോ? എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. Hallelujah. Hallelujah. Always remember, there is a counselor residing inside of you. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ അകത്ത് ഒരു കൗൺസിലർ, നിങ്ങളെ ഉപദേശിക്കുന്ന ഒരു ഉപദേശകൻ നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട്. And he is called Wonderful Counselor. അദ്ദേഹം ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കൗൺസിലറാണ്. And he can give you wonderful counseling. നിങ്ങൾക്ക് ഏറ്റവും മഹത്തായ ചില ഉപദേശങ്ങൾ ഈ അകത്തിരിക്കുന്നവന് നൽകാൻ സാധിക്കും. Hallelujah. Sometimes we give counseling to others and we comfort them, but when we go through some situations, we are in troublesome waters. But there is a time
the wonderful counselor inside of us will come alive and will speak to you, advise you, and walk you forward. പലപ്പോഴുമൊക്കെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ ഉപദേശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ കൗൺസിലിങ്ങിലൂടെ ആശ്വാസം കിട്ടുകയും അവരുടെ പ്രശ്നത്തിൽ നിന്ന് അവർ പുറത്തു വരികയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ ആഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു ആശ്വാസം ലഭിക്കാതിരിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയും അകത്ത് എനിക്കും നിങ്ങൾക്ക് ഉപദേശം നൽകാൻ സാധിക്കുന്ന ഒരുവൻ നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട്. And his name is the Holy Spirit. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. I will send another counselor. കാരണം യേശു കർത്താവ് പറഞ്ഞു, ഞാൻ